നെവിൻ വന്ന് രാജേശ്വരിയെ വിളിക്കുവാണ്. എന്നിട്ട് ആസിഫിനോട് ചോദിക്കുന്നുണ്ട് അമ്മ എവിടെയെന്ന്. അപ്പോൾ രാജേശ്വരി അങ്ങോട്ട് വരുവാണ്. അപ്പോൾ നെവിൻ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മ എന്തിനാ കാവേരിയെ ജോലിയിൽ നിന്നും പറഞ്ഞയച്ചേ? കാര്യങ്ങൾ കറക്റ്റായിട്ട് അന്വേഷിക്കാതെ എന്തിനാണ് ജോലിയിൽ നിന്നും പറഞ്ഞയച്ചേ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ രാജേശ്വരി പറയാണ്, അവള് ഒരു ഫ്രോഡാണെന്ന് ഞാനും ജയപാലൻ അങ്കിള് പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? അപ്പൊ നെവിൻ പറയാണ് ഇവിടെ നിന്ന് റൂം വേണ്ട എന്ന് പറഞ്ഞവരെയാണ് അവളുടെ ഹോം സ്റ്റേയിലേക്ക് പറഞ്ഞയക്കുന്നേ. അമ്മയുടെ ഇഷ്ടത്തിന് എന്ത് വേണേലും ചെയ്യാം, പക്ഷേ കാവേരിയെ ഫ്രോഡ് എന്നൊന്നും വിളിക്കരുത്. എന്നെ ചതിച്ചവളാണ് അവള്. എന്നിട്ട് നീ അവളുടെ ഭാഗത്തു നിന്ന് സംസാരിക്കുന്നു. ഓ, നിനക്ക് അവളോട് പ്രേമം മൂത്തിരിക്കുവല്ലേ? നിനക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ എന്നോടും കൂടി ഒന്ന് പറയാമായിരുന്നു. പലരോടും റെക്കമെൻഡ് ചെയ്ത് നീ അവളെ ഇവിടേക്ക് കയറ്റി. ഞാൻ എന്താ മണ്ടിയാണെന്നാണോ നീ കരുതിയേ? എൻ്റെ കണ്ണ് വെട്ടിച്ച് ഇവിടെ പ്രണയിച്ച് നടക്കുവാണല്ലേ നീ? എന്നിട്ട് പറയാണ്, നിന്നേക്കാളും മിടുക്കിയാണ് അവള്. അവൾക്ക് നിന്റെ പണത്തിനോടാണ് താല്പര്യം. അവളോടുള്ള പ്രണയം കാരണം നീ അത് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇതുകൊണ്ട് എല്ലാം അവസാനിച്ചത് നന്നായി എന്ന് പറയാണ് രാജേശ്വരി. വേറെ ഏത് പെണ്ണിന് കൊടുത്താലും കാവേരിയെ നിനക്ക് ഞാൻ കെട്ടിച്ച് തരൂല. അപ്പോൾ നെവിൻ പറയാണ്, നിങ്ങൾ വളരെ ചീപ്പാണ് അമ്മേ. ആദ്യമായിട്ട് ഞാൻ കാവേരിയെ കാണിച്ചു തന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് അവളോട് വെറുപ്പായിരുന്നു. നിങ്ങൾക്ക് ആദ്യമേ എൻ്റെ മേൽ സംശയമുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ നിങ്ങൾ അവളെ ജോലിക്ക് വച്ചതും. എന്നിട്ട് എനിക്ക് അവളോട് വെറുപ്പ് വളർത്താനും ആണ് അമ്മ അവളെ ഇവിടെ ജോലിക്ക് വച്ചത് എന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് അവളുടെ അച്ഛൻ മരിച്ചപ്പോൾ ഉള്ള സഹതാപമോ ഒന്നും അല്ലായിരുന്നു അത്. നിങ്ങൾക്ക് അവളെ ജോലിയിൽ നിന്നും പറഞ്ഞയക്കാനുള്ള ഒരു കാരണം കണ്ടെത്തുമായിരുന്നു. ഇപ്പോൾ അത് നടക്കുകയും ചെയ്തു. എന്നിട്ട് നെവിൻ പറയാണ്, കാവേരിയുടെ ഭാഗത്താണ് ന്യായമെങ്കിലും ഞാൻ ഒരിക്കലും അമ്മയോട് അവളെ ജോലിക്ക് എടുക്കണമെന്ന് പറയില്ല. പക്ഷേ അമ്മ പലപ്പോഴായി ചോദിച്ചതിനുള്ള ഉത്തരം ഞാൻ പറയാം. കാവേരിയെ എനിക്കിഷ്ടമാ, ഇപ്പോഴല്ല, ആദ്യം കണ്ടപ്പോൾ മുതലേ. പക്ഷേ ആ കുട്ടിക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് എനിക്കിപ്പോഴും അറിയൂല. എന്നിട്ട് പറയാണ്, അവൾ എന്നെ ഇഷ്ടമാണെന്ന് പറയുന്ന ആ നിമിഷം എൻ്റെ ഹൃദയത്തിൻ്റെ മാത്രമല്ല ഈ റിസോർട്ടിൻ്റെ കൂടി ഉടമയായിരിക്കും കാവേരി എന്ന് പറഞ്ഞാണ് നെവിൻ പോകുന്നത്. ടീക്കപ്പ് റിസോർട്ടിലേക്ക് കുറച്ച് അലമ്പ് പിള്ളേര് കയറി വരുവാണ്. വന്നപ്പോൾ തന്നെ അവിടുത്തെ ജോലിക്കാരിയോട് മോശമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. രാജേശ്വരി കാവേരി പറഞ്ഞ കാര്യങ്ങളും നെവിൻ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ആലോചിച്ചിരിക്കുവാണ്. എന്നിട്ട് ആസിഫിനോട് ആ വന്ന ഗസ്റ്റുകൾ പറയാണ്, ഞങ്ങൾ കുറേ റിസോർട്ടുകൾ നോക്കി, അവിടെയൊന്നും റൂം കിട്ടിയില്ല. അതിൻ്റെ ഇടയിൽ ഒരു സ്റ്റാഫ് അതിലേ പോകുമ്പോൾ അതിനെ നോക്കി പഞ്ചാര അടിക്കുവാണ് ഈ വന്ന ഗസ്റ്റുകൾ. അപ്പോൾ ഇവരുടെ സ്വഭാവം മനസ്സിലാക്കുന്ന ആസിഫ്, ഇവിടെയും റൂമില്ല, സീസൺ അല്ലേ, റൂമൊക്കെ ഫുള്ളാണ് എന്ന് പറയാണ്. അപ്പോൾ അവര് തിരിച്ചു പോവാണ്. ഇവര് തിരിച്ചു പോകുന്നത് കാണുന്ന രാജേശ്വരി, എന്താ അവര് പോകുന്നേ എന്ന് ചോദിക്കുകയാണ് ആസിഫിനോട്. അപ്പോൾ ആസിഫ് പറയാണ്, അവര് ശരിയല്ല, കണ്ടിട്ട് തന്നെ ഒരു അലമ്പ് പിള്ളേരെ പോലെ ഉണ്ട്, അതുമല്ലാതെ കുടിച്ചിട്ടുമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ റൂമില്ല എന്നും പറഞ്ഞയച്ച്. അപ്പോൾ രാജേശ്വരി എന്തോ മനസ്സിൽ പ്ലാൻ ചെയ്ത് അവരുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അവരോട് പറയാണ്, നിങ്ങൾക്ക് താമസിക്കാൻ ഒരു റൂമല്ലേ വേണ്ടത്, ഇവിടെ അടുത്തൊരു ഹോം സ്റ്റേ ഉണ്ട് എന്നും പറഞ്ഞ് മഹാനദി ഹോം സ്റ്റേയിലേക്ക് അവരെ പറഞ്ഞയക്കുവാണ്. ആസിഫ് രാജേശ്വരിയുടെ അടുത്ത് വന്ന് പറയാണ്, എന്നാലും ഇത് ചതിയായിപ്പോയി ആൻറ്റി. അപ്പോൾ രാജേശ്വരി പറയാണ്, ഇവിടെ റൂം വേണ്ടാന്ന് പറഞ്ഞവരെ അല്ലേ ഞാൻ അങ്ങോട്ട് പറഞ്ഞയച്ചേ, ഞാനും അത് തന്നെയല്ലേ ചെയ്തേ. എന്നാലും അത് വേണ്ടായിരുന്നു. 5-6 പെണ്ണുങ്ങളുള്ള വീട്ടിലേക്ക് അവരെ പറഞ്ഞയക്കണ്ടായിരുന്നു. എന്തിനും മടിക്കാത്ത കൂട്ടരാണ് അവര്. അപ്പോൾ രാജേശ്വരി പറയാണ്, 1 വർഷത്തിനുള്ളിൽ എന്നേക്കാൾ വലിയ റിസോർട്ട് ഉണ്ടാക്കും എന്നും പറഞ്ഞവളല്ലേ അവള്, ഒന്ന് കാണട്ടെ അവൾക്ക് ഇത് തടഞ്ഞു നിർത്താനുള്ള കഴിവുണ്ടോ എന്ന്. എന്നിട്ട് ആ ഗസ്റ്റുകൾ മഹാനദി ഹോം സ്റ്റേയിലേക്ക് വരുവാണ്. എന്നിട്ട് അവര് പറയാണ്, ഇത് ഒരു ഹോം സ്റ്റേ പോലെ ഇല്ലല്ലോ, വീട് പോലെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഒരുത്തൻ പറയാണ്, ഈ റൂം കിട്ടുന്നവരെ ഒരു അലമ്പും കാണിക്കല്ലേ, പിന്നെ പെണ്ണുങ്ങളോടൊക്കെ കുറച്ച് ഡീസൻ്റ് ആയിട്ടെങ്കിലും പുറമേ കാണിക്കി, അത് കഴിഞ്ഞിട്ട് നീ എന്ത് വേണേലും കാണിച്ചു. എന്നിട്ട് അതിലൊരാൾ വന്ന് റൂം ചോദിക്കാൻ അങ്ങോട്ട് വരുവാണ്. അവിടെ കാവേരിയെ കാണുന്ന അയാൾ അവളെ മൊത്തത്തിലൊന്ന് നോക്കുന്നുണ്ട്.
എന്നിട്ടൊന്ന് ഡീസൻ്റ് ആയതുപോലെ നിന്നിട്ട് കാവേരിയെ വിളിച്ചിട്ട് റൂമുണ്ടോ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ കാവേരി പെട്ടെന്ന് എണീറ്റ് പറയാണ് ആ റൂമുണ്ട് എന്നും പറഞ്ഞ് റൂമിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാണ്. അപ്പോൾ ശാരദയും ഗംഗയും അങ്ങോട്ട് വരുന്നുണ്ട്. ഗംഗയെ കാണുന്ന അയാൾ ഗംഗയെയും അടിമുടി ഒന്ന് നോക്കുന്നുണ്ട്. ഇത് കാണുന്ന ശാരദ അയാളെ ഒന്ന് തുറിച്ചു നോക്കുവാണ്. എന്നിട്ട് ശാരദയ്ക്ക് ഈ ഗസ്റ്റിന് അത്ര പിടിച്ചിട്ടില്ല. ഒരു സംശയത്തിലാണ് ഇങ്ങനെ നോക്കുന്നത്. എന്നിട്ട് ആ ഗസ്റ്റ് അഡ്വാൻസ് ആയിട്ട് 15,000 രൂപ കൊടുത്തിട്ട് പറയാണ് റൂമിൻ്റെ റെൻറ്റിനും ഫുഡിനുമുള്ള ക്യാഷാണ്. അതുമല്ല ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഇവിടുത്തെ ആംബിയൻസ് എനിക്ക് അത്രയ്ക്ക് പിടിച്ചു പോയി, അതുകൊണ്ടാണ് എന്ന് പറയാണ്. ഇത് പറഞ്ഞുകൊണ്ട് അയാൾ യമുനയെയും ബാക്കിയുള്ളവരെയും ഒക്കെ നോക്കുന്നുണ്ട്. ഇത് കാണുന്ന ശാരദയ്ക്ക് അയാളെ അത്രയ്ക്ക് പിടിച്ചിട്ടില്ല. എന്നിട്ട് അയാളോട് ചോദിക്കുവാണ് വന്നിട്ടുള്ളത് ഫാമിലിയാണോ? ആ ഫാമിലി തന്നെയാ എന്നും പറഞ്ഞ് അയാൾ അവരെ കൂട്ടാൻ പോവുകയാണ്. അവരോട് പറയാണ് റൂമൊക്കെ റെഡിയാണ്, പക്ഷേ അവിടെ ഒരു അമ്മയും 4 പെൺമക്കളുമാണ് ഉള്ളത്. ഒന്ന് ഡീസൻ്റ് ആയിട്ടൊക്കെ നിൽക്ക് എന്ന്. പെണ്ണ് എന്ന് കേട്ടപ്പോൾ തന്നെ അവരെല്ലാവരും ഡീസൻ്റായിട്ട് നിൽക്കുവാണ്. എന്നിട്ട് അവർ ഹോം സ്റ്റേയിലേക്ക് കയറി വരുവാണ്. അവരെ കാണുന്ന ശാരദ പെട്ടെന്ന് ഞെട്ടുവാണ്. ഫാമിലി എന്ന് പറഞ്ഞിട്ട് 4 പയ്യന്മാരാണ് അങ്ങോട്ട് കയറി വരുന്നത്. അത് കാണുന്ന ശാരദ കാവേരിയെയും ഗംഗയെയും അങ്ങോട്ട് വിളിച്ചത് കാണിക്കുന്നുണ്ട്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് വരുന്നത് 4 ആൺകുട്ടികളാണെന്ന്. അപ്പോൾ അവരൊന്ന് ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോൾ ഗംഗ കാവേരിയോട് പറയാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? അപ്പോൾ കാവേരി പറയുന്നുണ്ട് ഒരു കുഴപ്പം ഉണ്ടാവില്ല ചേച്ചി. അപ്പോൾ ശാരദ വന്ന ഗസ്റ്റുകളോട് ചോദിക്കുകയാണ് നിങ്ങൾ ഫാമിലിയാണെന്നല്ലേ പറഞ്ഞേ? അപ്പോൾ അവർ പറയാണ് ഫാമിലി തന്നെയാണ്, എൻ്റെ അമ്മയും കുഞ്ഞമ്മയുടെയും ഒക്കെ മക്കളാണ് ഇവർ. എന്നിട്ട് ഗംഗ അവരെ റൂം കാണിക്കാൻ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ശാരദ കാവേരിയോട് ചോദിക്കുകയാണ് പരിചയമില്ലാത്ത ചെറുപ്പക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എങ്ങനെ മനസമാധാനമായി കിടന്നുറങ്ങാൻ പറ്റും? അപ്പോൾ കാവേരി പറയുന്നുണ്ട് ഹോം സ്റ്റേ തുടങ്ങിയിട്ട് അവരോട് എങ്ങനെയാ വരണ്ട എന്ന് പറയാൻ പറ്റുക? അപ്പോൾ ശാരദ ആ ചെറുപ്പക്കാർ ഇവിടെ താമസിക്കുന്നതും ഓർത്ത് ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.